5 മിനിറ്റ് കൊണ്ട് മുടി കറക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. സിസോ. നമ്മുടെ കയ്യിൽ ഇടാനുള്ള ഉറയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ നാളെ തേക്കുള്ളൂ. ഇന്ന് മുടി ക്ലീനാക്കിയിട്ട് കഴുകി അഴുക്കൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം. മറ്റേതൊക്കെ തൂത്ത് വെച്ചേക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് നാളെയാണ് ഞാനിത് പൊട്ടിച്ച് കൂട്ടി യോജിപ്പിച്ച് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ അത്യാവശ്യങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ ഉപകാരമാണ് നമുക്കത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാനത് കാട്ടിത്തരാം. നാളെ എടുക്കണുള്ളൂ എങ്കിലും ഞാനിന്ന് അതിപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് മാറ്റി വയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ കയ്യിലിടാനുള്ള ഉറയാണത്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. 2 എണ്ണമാണ് ഉണ്ടാവണേ. ഇത് 2 എണ്ണം ഉണ്ട്. കണ്ടോ, ഇത് 2 എണ്ണമാണ്. ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഈ ഭാഗം നമുക്ക് തുറന്ന് കിട്ടും. വളരെ നൈസാണിത്. കണ്ടോ കേട്ടോ, ആദ്യമായിട്ട് തെറ്റിപ്പോയതാ. കണ്ടില്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടല്ലോ, 2 എണ്ണം ഉണ്ട് നമുക്കത്. ഞാൻ ബാക്കി കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ഷാമ്പു ആണിത്. കണ്ടോ, ഇതാണ് ഷാമ്പു. ഇത് നമ്മൾ ഇവിടെ പൊട്ടിക്കണം. ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് 2 ഭാഗത്ത് ആണ്. ഇത് 2 കളറാണ്. ഒന്ന് കറുപ്പും ഒന്ന് വെള്ളയുമാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് അതിൻ്റെ ഒരു കൂട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഇത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ഏത് പാത്രം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇങ്ങനെ ഞെക്കി ഒഴിച്ച് കഴിയുമ്പോൾ ഈ കറുപ്പും വെളുപ്പും തിരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. അതിൽ നമ്മൾ എന്നിട്ട് ഒരു ബ്രഷിട്ട് ഈ കറുപ്പും വെളുപ്പും ഷാമ്പു ഒന്നിച്ച് ഇളക്കി ഇങ്ങനെ ചാലിച്ച് കൂട്ടണം. കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉറയിട്ടിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉറ 2 കയ്യിലും ഉറയിടാൻ 2 കൈ കൊണ്ട് മുക്കി നമുക്ക് നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് ഇടാൻ. ഞാൻ ഒരു കൈമോ ഉറയിട്ടിട്ട് ആ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്ക് വാരി എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒക്കെ പുറകുവശത്തും ഉള്ളിലും ഒക്കെ ഇത് പുരട്ടാം. ഇത് നല്ലൊരു ഇതാണ്. 5 മിനിറ്റ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ പുതിയത് തന്നെ നോക്കി വാങ്ങണം. പഴക്കം വന്നത് എടുക്കരുത്. അത് ഇതിൽ കെട്ടിയിരിക്കുന്നതായിരിക്കുള്ളൂ. നമ്മൾ അത് ഇതിലേക്ക് പകർത്തുമ്പോൾ തന്നെ മറ്റേ കറുപ്പിനും വെളുത്ത് നിറം പോലെ തോന്നും. അത് കറുത്ത് വരില്ലാത്ത പോലെ ഒരു നിറ വ്യത്യാസം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്. ഇന്ന് ഞാൻ പൊട്ടിച്ച് തലയിൽ പുരട്ടുന്നില്ല. ഇനി നാളെ ഇത് പുരട്ടുമ്പോൾ അതുകൂടി എടുത്ത് വീഡിയോ ആക്കി ഇടാം. അപ്പോഴേ ഞാനിന്ന് ഡൈ ചെയ്യാൻ പോവുക. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു തലയിലെ അഴുക്കൊക്കെ കഴുകി കളഞ്ഞു. കുറേയൊക്കെ ഇട്ടിരിക്കുകയാണ്. അഴുക്കൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡൈ ചെയ്യാൻ പോവാണ്.
അപ്പം അത് കൂട്ടി യോജിപ്പിക്കണത് നിങ്ങളെ കാണിച്ചു തരണ്ടേ. സിസോ. അപ്പോൾ ഞാനിത് കത്രിക്കട്ടെ കേട്ടോ. അങ്കിള് ഹെൽപ്പിന് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ഈ ഒരു പാത്രം എടുത്താണ് അത് പൊട്ടിച്ചിട്ടുള്ളതൊന്ന് കാണിക്കണേ. 2 ഭാഗവും ഉണ്ട് അല്ലേ, ഒന്ന് കാണിച്ചിട്ട്. ഇതിപ്പോൾ ഒരു ഭാഗത്തു നിന്നല്ലേ വന്നത്, തിരിച്ച് കാണിക്കേണ്ടതായിരുന്നു. വെള്ളയും കറുപ്പും 2 ഭാഗത്തു നിന്നാണ് അത് ഒഴുകി വരുന്നത് കേട്ടോ. ഒപ്പം ഇങ്ങോട്ട് ഞെക്കി ഇട്ടത് കൊണ്ടാണ് അങ്ങനെയായ. ഇനി നമുക്കത് കലക്കാം. നേരം കലക്കണം, ഒന്ന് കലക്കിയ. ഞാൻ മൊബൈലൊന്ന് ശരിയാക്കി വെക്കട്ടെ. ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഇവിടെ കാണുന്നില്ല, അതിന് താഴ്ചത്. ശരിയായില്ലേ? അപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി എൻ്റെ തലയിലേക്ക് ഇത് തേച്ച് കൊടുക്കാൻ പോവുക. ഒരുപാട് നേരം വയ്ക്കരുത്. ഇതിൽ 5 മിനിറ്റ് എന്നാണ് പറയണേ. ഞാൻ 5 മിനിറ്റ് എന്നുള്ളത് ഇച്ചിരി കൂടുതൽ വയ്ക്കാറുണ്ട്. അലർജി ഉണ്ടോയെന്ന് നോക്കണം. ഇച്ചിരിയൊക്കെ അലർജി ഇല്ലാതെ വരില്ലല്ലോ ഏത് കൂട്ടത്തിനും. നമ്മുടെ ഈ തലമുട്ടിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പുകച്ചില് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വേറൊന്നും അതൊന്നും കാര്യമാക്കാറില്ല. കണ്ടതിൽ ഇത് ഇത്തിരി നല്ലതായിട്ട് തോന്നിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കണേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈരി ഇടാം. ഈരി ഉള്ളിലേക്ക് എല്ലായിടത്തും ആവാൻ കരുതി ഈരാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇതിന് പോരായ്മ ഞാൻ മറ്റേ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നത് കൊണ്ടാണ് ഇത് നികത്തി പോകുന്നത്. കട്ടക്കറുപ്പാകും. പിന്നെ നമ്മുടെ മുടി കടക്കേന്ന് ഇങ്ങനെ തള്ളി പോരുകയല്ലേ. അപ്പോൾ അത് വെളുത്തല്ലേ വരുള്ളൂ, നരച്ച മുടിയുള്ളത്. എന്തായാലും 1 മാസത്തേക്കുള്ളൊന്നും ഏത് കൂട്ടം തേച്ചാലും കിട്ടാൻ പോണില്ല. ഇനിയും കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ 5 മിനിറ്റ് തലയിലത് വെച്ചു. ശരിക്കും ഷാമ്പു തന്നെയാണത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴുകി വന്നിരിക്കുന്നതാണ് കാണിച്ചു തന്നിരിക്കുന്നത്.
കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ആരെങ്കിലും കണ്ടു നോക്കിയൊക്കെ അവർക്കത് ചെയ്തു തരാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ ചെയ്തതല്ലേ. ഇനിയിപ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഹൈബ്രോ പെൻസിൽ പോലത്തെ ഒരു സാധനം ഞാൻ കാട്ടി തന്നത്, അത് പതിയെ ഇങ്ങനെ തൂത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കട്ടക്കറുപ്പായിരിക്കും. ഇപ്പം കട്ടക്കറുപ്പാണ് കേട്ടോ അത്. ഇപ്പം നല്ല കട്ടക്കറുപ്പ് തന്നെയാണ്. 5 മിനിറ്റും കൊണ്ട് നമുക്കിത് ഓക്കെ ആവും. അപ്പോൾ മറ്റുള്ളതൊക്കെ നമുക്ക് തലയ്ക്ക് പിടിക്കില്ല. തണുപ്പ് നമ്മുടെ പല അസുഖങ്ങളുള്ളവർക്ക് തണുപ്പ് ഇങ്ങനെ തലയ്ക്ക് ഇരുന്നാൽ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഏജിലുള്ളവരോട് കേട്ടോ ഞാൻ പറയുന്നത്, ചെറുപ്പക്കാർ പിള്ളേരൊന്നും ചെയ്യരുതിട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത്. അത് അവർക്ക് ആരോഗ്യമുണ്ട്. അവർക്ക് മറ്റേ ഈ വൈദ്യശാലകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഹെന്ന ചെയ്യലും അത് ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. അവരാരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ ഇപ്പോൾ എൻ്റെ നമ്മുടെ മോളുടെ ആയാലും മുടി നരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ ഈ ഏജുകാർ ഉപയോഗിക്കരുത്. ഒരു ഹൈബ്രോ പെൻസിൽ പോലത്തെ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, നോക്കിയാലേ വായിച്ച് പറയാൻ പറ്റുള്ളൂ. ആ സംഭവം അവൾ മേടിക്കുന്നത്. പിന്നെ കൺമഷി, ഇത് രണ്ടും മാറിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ തൂത്ത് ഒരുപാട് നേരം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.